ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം പ്രതിഷേധവുമായി പ്രദേശവാസികൾ. സ്ഥലത്ത് ഉയരം കൂടിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അടിപ്പാതയിൽ ഉരസുന്നതും ആശങ്ക ഉയർത്തുന്നു. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിലാണ് വ്യാപക പരാതി. അശാസ്ത്രീയമായ രീതിയിലുള്ള ഓവുചാൽ നിർമ്മാണം പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത്. കൂടാതെ ഇതുവഴി നടപ്പാതയില്ലാത്തതും വലിയ പ്രതിഷേധത്തിലാണ് ഇടയാക്കിയിരിക്കുന്നത്. ഈ കാഞ്ഞങ്ങാട് സൗത്തിലെ നാഷണൽ ഹൈവേൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ഈ ഡ്രൈനേജിൽ കൂടി വെള്ളം പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അശാസ്ത്രീയമായ നിലയിലേക്കാണ് ഈ ഡ്രൈനേജ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഈ മാവുങ്കാൽ മുതൽ പടന്നക്കാട് വരെയുള്ള 3-4 കിലോമീറ്റർ പ്രദേശത്തെ വെള്ളമെല്ലാം ഈ കാഞ്ഞങ്ങാട് സൗത്തിൽ കേന്ദ്രീകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഈ ഡ്രൈനേജിൻ്റെ പ്രവർത്തനം. ഇതുണ്ടാക്കാനുള്ള കാരണം ഞങ്ങളുടെ ആശങ്ക, നിലവിൽ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഇവിടെ ഒരു മേൽപ്പാലം കടന്നു പോകുന്നുണ്ട്. ഈ മേൽപ്പാലം ഇപ്പോൾ സമീപകാലത്തായി വാഹനങ്ങൾ പോകുമ്പോൾ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾ മുഖഭാഗം വരസുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. വലിയ ശബ്ദമാണ് ഈ വരസലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതുപോലെ ഞങ്ങളുടെ ആശങ്ക, ഈ പാലം താഴ്ന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ആശങ്ക അടിയന്തരമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് പരിഹരിച്ച് ആ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ ഡ്രൈനേജിൽ കൂടി പോകുന്ന വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ടിന് ശാശ്വതമായൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കി. കാരണം മഴക്കാലമായാൽ ഈ പ്രദേശത്താകെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അത് വലിയ ആശങ്ക. ഈ കുടിവെള്ളമായാലും കുട്ടികൾ ഉൾപ്പെടെയുള്ള പോകുന്ന റോഡുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളായാലും വലിയ ആശങ്ക നിലവിലുണ്ട്. അത് രണ്ടും അടിയന്തരമായും ഇതിൻ്റെ ഭാഗമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് പോകണം. ദേശീയപാതയിൽ സൗത്തിൽ അടിപ്പാലത്തിന് താഴ്ഭാഗം ചരക്ക് വാഹനങ്ങളും ടൂറിസ്റ്റ് ബസ്സുകളും ഉരസുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.